ഞാനെൻ്റെ ഡിഗ്രി കഴിഞ്ഞ് പിറ്റേന്ന് മുതൽ ജോലിക്ക് പോയി തുടങ്ങി. ആദ്യമൊക്കെ ശമ്പളമില്ലാത്തൊരു ജോലിയായിരുന്നു. എന്നാലും അതിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ടായിരുന്നു തുടക്കം. പിന്നീട് അത് കമ്പ്യൂട്ടർ ടീച്ചറായി, അക്കൗണ്ടൻ്റായി, ഡാൻസ് ടീച്ചർ വരെയായി. ഇടയ്ക്ക് വെച്ച് സ്റ്റിച്ചിങ് പഠിച്ചപ്പോൾ ടൈലറായി, സ്വന്തമായിട്ട് ഒരു ടൈലറിങ് ഷോപ്പ് ഇട്ടു. പക്ഷേ കൊറോണ വന്നപ്പോൾ അത് പൂട്ടി. പിന്നെ വീട്ടിലിരുന്ന് ഗാർമെൻറ്റ് ബിസിനസ് തുടങ്ങി. ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ ജോലികൾ വേറെയും ചെയ്തു. പക്ഷേ പ്രതീക്ഷിച്ച പോലെ ഒന്നും അങ്ങോട്ട് സക്സസ് ആയില്ല. പിന്നെ വിചാരിച്ചു അധികം ആരും ചെയ്യാത്ത എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. അങ്ങനെയാണ് ജാസ് ഹെയർ എക്സ്റ്റൻഷനിലേക്ക് എത്തുന്നത്. മുടി ഞങ്ങൾ പെണ്ണുങ്ങൾക്കൊരു വികാരമാണല്ലോ. അതുമാത്രമല്ല നമ്മുടെ അപ്പിയറൻസിന് ഏറ്റവും കൂടുതൽ ചേഞ്ച് വരുത്താൻ ഈ ഹെയർ സ്റ്റൈലിന് വലിയ കഴിവുണ്ട്. അങ്ങനെ തോന്നിയപ്പോൾ മുടിയില്ലാതെ വിഷമിക്കുന്നവർക്ക് മുടി വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. ഹെയർ എക്സ്റ്റൻഷൻ സ്റ്റാർട്ട് ചെയ്ത് ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും ചേർന്നാണ്. ആദ്യമൊക്കെ ഞങ്ങളെ തേടി ആളുകൾ വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആവശ്യക്കാരുടെ വീടുകളിൽ പോയി ചെയ്തു കൊടുത്തു. വളരെ കുറച്ച് മാത്രം സ്റ്റോക്ക് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ കസ്റ്റമർ ഓർഡർ തന്നതിന് ശേഷം ഞങ്ങൾക്ക് ഓടിപ്പോയി ക്ലിപ്പ് വാങ്ങി സെയിൽ ചെയ്യേണ്ട അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്നൊരു ദിവസം നമുക്ക് ക്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് തന്നിരുന്നവർ അത് ചെയ്ത് തരാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോൾ നമ്മൾ കയ്യിലുണ്ടായിരുന്ന ഒരു ക്ലിപ്പ് അഴിച്ച് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് നോക്കി. ഇപ്പോൾ അത് സക്സസ് ആയി. ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്ലിപ്പ് എക്സ്റ്റൻഷൻസും നമ്മൾ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ചെറിയ ഒരു ലാഭത്തിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി ഒരു വലിയ ലാഭത്തിലേക്ക് കടന്നു. ഇപ്പോൾ നമ്മൾ റീറ്റെയിലിൽ നിന്ന് ഒരു ഹോൾസെയിലിലേക്ക് കടന്നു. അങ്ങനെ കുറച്ച് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു.